ഗാന്ധിയുടെയൊക്കെ ഒരു ജീവിതത്തിന്റെ അവസാനം നെഹ്റുവിനെ പോലൊരു നേതാവ് വന്നു, കുറെ നാള് 10-15-16 വർഷം ഭരിച്ചു. പക്ഷെ ഗാന്ധി കുറച്ചു നാൾ കൂടെ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം കൂടുതൽ ഇറലവന്റ് ആയി മാറിയാൻ. പുള്ളി ചെയ്തുകൊണ്ടിരുന്ന എന്താണ്? പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കുന്ന സമയത്ത് 1948 പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ട്രൈബൽ പസ്തൂൺസ് കയറി വരുന്ന സമയത്ത് ഏതാണ്ട് 125 കോടിയോളം രൂപ പാർട്ടീഷന്റെ ഭാഗമായിട്ട് ഇന്ത്യക്ക് കൊടുക്കാനുണ്ടായിരുന്നു, പാകിസ്ഥാൻ കൊടുക്കാൻ. അതിൽ 70 കോടിയോളം കൊടുക്കാനുണ്ടായിരുന്നു, കൊടുത്തു. ബാക്കി ഒരു 55-56 കോടി ഉണ്ടായിരുന്നു. ഈ സമയത്ത് നിരാഹാര വ്രതം നടക്കുന്നു ഡൽഹിയിലെ കലാപത്തോടനുബന്ധിച്ച്. ജനുവരി മാസം 1948, ആ മാസം തന്നെ ഗാന്ധിജി മരിച്ചു പോകുന്നുണ്ട്, 30-ാം തീയതി. ആ കലാപം പണ്ടേ നടക്കുകയാണ്. ഗാന്ധിജി ഒരു ഘട്ടത്തിൽ ചെന്നിട്ട് പറഞ്ഞു, ഇത് കലാപം എല്ലാം നിർത്തിക്കോണം. കലാപം ഓൾറെഡി നിന്നിരുന്നു, 20% ആളുകൾ തിരിച്ചു വരികയും ചെയ്തിരുന്നു. ഡൽഹിയിൽ കൂടുതൽ ഹിന്ദുക്കളാണ്, അതുകൊണ്ട് മുസ്ലിങ്ങളാണ് അവിടെ വിക്ടിം സൈഡിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഹിന്ദു നേതാക്കളെല്ലാം വിളിച്ച് കൺസെഷനൊക്കെ നടത്തി പുള്ളി എല്ലാം ചെയ്യാം. പുള്ളി തുടങ്ങിയത് 12-ാം തീയതിയാണ് പുള്ളി നിരാഹാരവാദം തുടങ്ങിയത്, ജനുവരി 12, 1948. അതിനകത്ത് ഒരു വാദം എന്ന് പറഞ്ഞാൽ 55 കോടി രൂപ പാകിസ്ഥാൻ കൊടുക്കാനുള്ളത് പെട്ടെന്ന് കൊടുക്കണം, അല്ലെങ്കിൽ ഞാൻ മരിക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വാദം. ഉടനെ പട്ടേലൊക്കെ പറഞ്ഞു, എന്തോ അദ്ദേഹത്തിന്റെ ഗാന്ധിജിയുടെ മരണം. ഗാന്ധിജി എപ്പോഴും സ്വന്തം ബ്ലാക്ക് മെയിലിംഗ്, ഐ ഡോണ്ട് എൻഡോസ് എനി പേഴ്സൺ ഡൂയിങ് ദിസ് ബ്ലാക്ക് മെയിൽ. പട്ടേലിന് വഴങ്ങേണ്ടി വന്നു. പട്ടേലായിരുന്നു ഏറ്റവും എതിരായിട്ട് വന്നത്. നെഹ്റുവും പട്ടേലൂടെ ഉടനെ ക്യാബിനറ്റ് കൂടിയിട്ട് 56 കോടി റിലീസ് ചെയ്യാന്ന് പറഞ്ഞു. അവർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ഇപ്പൊ യുദ്ധം നടക്കുകയാണ്, അവരെ ഇങ്ങോട്ട് കയറ്റി വിടുകയാണ്, നമ്മൾ ഈ പൈസ കൊടുത്താൽ ഈ പൈസ വെച്ച് നമ്മളെ അടിക്കത്തില്ല, അവര് കുറച്ച് കഴിഞ്ഞ് കൊടുക്കാമല്ലോ, നമ്മളുമായിട്ട് യുദ്ധം നടക്കുന്ന സമയത്താണ് നമ്മളിത് കൊടുക്കുന്നത്, അതൊന്നുമല്ല, കൊടുക്കണം, പറഞ്ഞാൽ വാക്ക് പാലിക്കണം എന്ന് പറഞ്ഞ് ഗാന്ധിജി ഈ 12-ാം തീയതി തുടങ്ങിയ നിരാഹാരത്തിന് 13-ാം തീയതി കേന്ദ്ര ക്യാബിനറ്റ് തീരുമാനം എടുക്കുന്നു. 14-ാം തീയതി ഗാന്ധിയെ നേരിട്ട് അറിയിക്കുന്നു. എന്നിട്ട് ഗാന്ധി നിരാഹാരം നിർത്തുന്നില്ല. 16-നോ 17-നോ ആണ് ഗാന്ധി നിരാഹാരം നിർത്തുന്നത്. കലാപത്തിന്റെ അവസാന ഘട്ടമാണിത്. ഗാന്ധി വന്നിട്ടൊന്നുമല്ല കലാപം തീർന്നത്. ഗാന്ധി പിന്നെ ഒരു പാക്ട് ഒക്കെ ഉണ്ടാക്കി 56 കോടി രൂപ പാകിസ്ഥാന് കൊടുത്ത ആൾ എന്ന നിലയിൽ പ്രസിദ്ധനാകാൻ ആഗ്രഹിച്ചു. എവിടെ? പാകിസ്ഥാനിലായിരിക്കുമല്ലോ. പാകിസ്ഥാനിൽ ഒരു പട്ടി പോലും തിരിഞ്ഞു. പാകിസ്ഥാനിലെ ഡോൺ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ എഴുതിയത് കണ്ടു, ഗാന്ധി സമരം ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്താണ്? ലെജിറ്റിമേറ്റ് ആയിട്ട് നമുക്ക് കിട്ടേണ്ട പൈസയായിരുന്നു. ഇതൊരു ഹിന്ദു ഒപ്റ്റിക്സ് ആണ്. ഹിന്ദു നാഷണൽ ലീഡർ ആയിട്ടുള്ള ഗാന്ധി അവരെന്തോ ഔദാര്യം കൊണ്ടാണ് ഈ പൈസ തരുന്നതെന്ന് വരുത്തി തീർക്കാനായിട്ട് നടത്തിയ ഒരു ഫാസ്റ്റിംഗ് ആണെന്നാണ്. ഗാന്ധി ആരും കളിയാക്കിയില്ല, പക്ഷെ കിട്ടേണ്ടതാണ്. പിന്നെ ഗാന്ധി, ചില ആൾക്കാരുണ്ടല്ലോ യഥാർത്ഥത്തിൽ കൊടുക്കേണ്ട ഒരു കാര്യം എന്തോ ഇങ്ങനെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു തരുന്നു എന്നാക്കി തീർക്കുന്നു. ഇപ്പോഴും ഇന്ത്യക്ക് നീതി, എന്നിട്ട് പറഞ്ഞു ഇന്ത്യയെ നീതി പഠിപ്പിച്ചു ഗാന്ധി എന്നൊക്കെ പറഞ്ഞവരുണ്ട്. പക്ഷെ അല്ലാതെ ഗാന്ധിജിയെ കുറിച്ച് എപ്പോഴും ഹിന്ദു ലീഡർ എന്ന് മാത്രം. ഗാന്ധിയുടെ ഏറ്റവും വലിയ പരാതി എന്ന് പറഞ്ഞാൽ ഹി വാസ് കോൾഡ് എ ഹിന്ദു ലീഡർ ബൈ ഈച്ച് ആൻഡ് എവരിബഡി ഇൻ മുസ്ലിം ലീഗ് ആൻഡ് ഈവൻ ഇൻ പാകിസ്ഥാൻ. പാകിസ്ഥാനിലെ ഹിസ്റ്ററി ബുക്കിലൊക്കെ ചെന്ന് നോക്കി കഴിഞ്ഞാൽ ഗാന്ധി ഇല്ല. നമ്മുടെ എം കെ ഗാന്ധിയെ ക്രിട്ടിസൈസ് പറഞ്ഞ് എന്റെ മേളിൽ കയറുന്ന ആളുകൾ ഇവിടെ ഉണ്ട്, യുക്തിവാദികളുടെ. പക്ഷെ അവിടെ ഇല്ല. നമ്മൾ വസ്തുതാപരമാണോ എന്ന് നോക്കണം. ഒരു കാര്യം ചെയ്യുന്ന നീതിയാണോ, ന്യായമാണോ, വസ്തുതയാണോ, ബാക്കിയെല്ലാം ഓക്കെ.